ബൈത്തുള്ള കാണാൻ വന്ന ബൈത്തുള്ള അത് കാണാൻ പോയ ഞാനാരാ? അബ്ദുള്ളയാണ്. ബൈത്തുള്ള കാണാൻ വന്ന ഈ അബ്ദുള്ള സ്റ്റാറായോ? ബൈത്തുള്ള കാണാൻ വന്ന അബ്ദുള്ള സ്റ്റാറായോ? പമ്പ് നടിച്ച് വിമാനം കേറി ടച്ചിന് പോകണ്ട, ലബ്ബൈക്കെന്ന ബൈക്കുന്ന കേറി ടച്ചിന് പോയിക്കോടി, നല്ലച്ചിന് പോയി. ആരൊക്കെയോ അവരുടെ നല്ല ഹൃദയം കൊണ്ട് ആരംഭിച്ച ഒരു സമാരംഭത്തിൻ്റെ ഓർമ്മകളോട് എപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. ഓർമ്മകളിലേക്ക് മടങ്ങാൻ, പഴയ ഓർമ്മകളുടെ വഴികളിലൂടെ നടക്കാൻ, ഭാഷകളിൽ അതിന് ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിയ എന്ന ഏവരും കൊതിക്കുന്ന ചില പ്രയോഗങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ, ചെറുപ്പകാലത്ത് നടന്ന വഴികൾ, സൗഹൃദങ്ങൾ. ഇന്ന് ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ ഒരുമിച്ച് പഠിച്ച ആളുകൾ പരസ്പരം കൂട്ടായ്മകളാണ്. അന്നത്തെ ഓർമ്മകളുടെ പടക്കങ്ങൾ പൊട്ടിച്ച് എന്തുകൊണ്ടാണ് ഈ ഓർമ്മയുടെ പുറകോട്ടുള്ള യാത്ര നമ്മുടെ സ്കൂൾ മുറ്റങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുമപ്പുറം അങ്കണവാടിയിലോ അല്ലെങ്കിൽ KG ക്ലാസ്സുകളിലോ ചെന്നും അത് അവസാനിക്കുന്നില്ലല്ലോ. അത് ഉമ്മയുടെ ഗർഭപാത്രത്തിലും അവസാനിക്കുന്നില്ല. അതിനും പുറകോട്ട് നീ ഉണ്ടായിരുന്നില്ല, നീ ഒരു വസ്തുവേ ആയിരുന്നില്ല എന്നിടത്തേക്ക് എന്തുകൊണ്ടാണ് ഈ നൊസ്റ്റാൾജിയയുടെ ആഗ്രഹം? പഴയ വഴികളിലൂടെ നടക്കാനുള്ള നമ്മുടെ ഇഷ്ടം പിന്നെയും പുറകോട്ട് നടക്കാൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? എവിടുന്നാണ് നമ്മൾ വന്നത്? അങ്ങോട്ടേക്ക് തന്നെ എല്ലാവരും മടങ്ങാതിരിക്കില്ല. എന്നിട്ടും എന്താണ് നമ്മൾ ആഗ്രഹിക്കാത്തത്? ചെറുപ്പത്തിലേക്ക് മടക്കം, ചെറുപ്പകാലത്തുള്ള വഴികളിൽ ആഹ്ലാദം. അതിനുമപ്പുറത്തേക്ക് എവിടെ നിന്ന് നീ പുറപ്പെട്ടു വന്നോ? കലമിൽ കതിറിൻ മഷിയുണ്ട്, കഥയടിമുടി ലൗഹില് പറയുണ്ട്, കിതാബിലെഴുതിയ കഥകൾ അനുദിനമിവിടെ നടന്ന് കാണുണ്ട്. ഈ നുതുഫയും അതിലൊരു നുക്താക്ഷരമായി എവിടെയോ പടർന്നിരിപ്പുണ്ട്. അതിനസറായി ഞാനിവിടണ്ട്. കഥയില്ലാത്തോനെ കഥയില് വന്നോനെ, കഥയില്ലാത്തോനെ കഥയില് വന്നോനെ, കളി കണ്ടാ തോന്നും കഴിവുള്ളോന തന്നെത്താനെ, കളി കണ്ടാ തോന്നും. കനിവിൻ്റെ മഴ പെയ്തേരം, കനിവിൻ്റെ മഴ പെയ്തേരം, അഹദിൻ്റെ അറിവിനറയിലഴകേറും മഴവില്ലായി ഒരു മാത്ര തെളിഞ്ഞോനെ, കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ, കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ.
കുറിച്ചല്ല, കഥയില്ലാത്തവനെന്ന് ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാണ്. ഞാൻ ഒരു കഥയും ഇല്ലാത്തവനായിരുന്നു. ലം യകുൻ ഷൈഅൻ മദ്കൂറ, എന്നെ കുറിച്ച് ഓർമ്മിക്കപ്പെടാവുന്ന ഒന്നുമേ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് എന്നെ ഓർമ്മിച്ചത്? ആരാണ് എന്നെ ദിക്ർ ചെയ്തത്? ഞാൻ ആരുടെ മദ്കൂറായിട്ടാണ് ഇങ്ങോട്ട് വന്നത്? പൂത്ത കാട്ടിൽ പൂവായി കാത്തു നിന്ന നിന്നെ, 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 ആദിജ്യോതി നൂറാൽ കൂട്ടി വന്നതല്ല പൊന്നേ, ആദിജ്യോതി നൂറാൽ കൂട്ടി വന്നതല്ല പൊന്നേ, ആലമാകെയും ഊഞ്ഞാലാക്കി വച്ചു മുന്നേ, ആലമാകെയും ഊഞ്ഞാലാക്കി വച്ചു മുന്നേ, ആടണം അതിൽ നീ മഅലൂമായി കൊണ്ടു തന്നെ, കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ, കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ. ജീവിതത്തിൽ നമുക്ക് ചില നിബന്ധനകളാണ്. ഇങ്ങനെയൊക്കെ ആവാം, അങ്ങനെയൊന്നും ആവാൻ പാടില്ല, ഒന്നും എങ്ങനെയും ആവുന്നില്ല. ലം യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, എന്നെ കൊണ്ടുവന്നവനായ സൃഷ്ടാവ് എന്നെക്കുറിച്ച് എന്താണോ എഴുതിയിട്ടുള്ളത്, എങ്ങനെയാണോ അവൻ എന്നെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്, അവിധമല്ലാതെ ഒന്നും എനിക്കിവിടെ സംഭവിക്കുന്നേയില്ല. കലമിൽ കതിറിൻ മഷിയുണ്ട്, കഥയടിമുടി ലൗഹിൽ പറയുന്നു, കലമിൽ കതിറിൻ മഷിയുണ്ട്, കഥയടിമുടി ലൗഹിൽ പറയുന്നു, കിതാബിലെഴുതിയ കഥകൾ അനുദിനമിവിടെ നടന്ന് കാണുന്നുണ്ട്, കിതാബിലെഴുതിയ കഥകൾ അനുദിനമിവിടെ നടന്ന് കാണുന്നു, ഈ നുക്ഫയും അതിലൊരു നുക്താക്ഷരമായി എവിടെയോ പടർന്നിരിപ്പുണ്ട്, അതിനസറായി ഞാനിവിടണ്ട്, കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ, കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ, കളി കണ്ട തോന്നും കഴിവുള്ളോനാ തന്നെ താനേ, കളി കണ്ട തോന്നും കഴിവുള്ളോനാ തന്നെ താനേ, കനിവിന്റെ മഴ പെയ്തേരം, കനിവിന്റെ മഴ പെയ്തേരം, അഹദിന്റെ അറിവിന്നറയിൽ അഴകേറും അഴകേറും മഴവില്ലായി. ആരാണ്? ഒരു മാത്ര തെളിഞ്ഞോനെ. സമയം കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ, കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ.
വിശ്വാസത്തെക്കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കുറയുകയും ചെയ്യും, കൂടുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഭാഷയിലും അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അത് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും, വിടർന്നാടുകയും ചെയ്യും. വിനയത്തോടെ, വിട്ടുവീഴ്ചയോടെ, ക്ഷമയോടെ, ശാന്തത അത് പകരും. തനിക്ക് മുമ്പിൽ ഒരു അനീതിയോ അക്രമമോ ഒരാൾ മർദ്ദിക്കപ്പെടുന്നതോ കാണുമ്പോൾ അതിനോട് സമരസപ്പെടാതെ അതുമായി സമരത്തിലേർപ്പെടും. ഫായിസ് അഹമ്മദ് ഫായിസിന്റെ ഹം ദേഖേംഗെ എന്ന കവിതയുടെ പരിഭാഷയാണ്. ഏകാധിപതികളോടും മർദ്ദിതരായ ഭരണകൂടത്തോടും നാം അത് കാണും, നമ്മൾ കാണും, നിശ്ചയമത് നാം നേരിൽ കാണും. നാം അത് കാണും, നമ്മൾ കാണും, നിശ്ചയമത് നാം നേരിൽ കാണും. കാലമതിൻ്റെ കരളിൽ കൊത്തിയ വാഗ്ദാനത്തിൻ നാൾ പുലരും. കാലമതിൻ്റെ കരളിൽ കൊത്തിയ വാഗ്ദാനത്തിൻ നാൾ പുലരും. നാം അത് കാണും, നമ്മൾ കാണും, നിശ്ചയമത് നാം നേരിൽ കാണും. നാം അത് കാണും, നമ്മൾ കാണും, നിശ്ചയമത് നാം നേരിൽ കാണും. അപമാനത്തിൻ തീമലയൊക്കെ പഞ്ഞി കണക്കെ പാറിപ്പോകും. അപമാനത്തിൻ തീമലയൊക്കെ പഞ്ഞി കണക്കെ പാറിപ്പോകും. മർദ്ദനമേറ്റവർ കാൽ വയ്ക്കുമ്പോൾ തുടുതുടെ എന്നീ മണ്ണ് തുടിക്കും. നാമത് കാണും, നമ്മൾ കാണും, നിശ്ചയമത് നാം നേരിൽ കാണും. നാമത് കാണും, നമ്മൾ കാണും, നിശ്ചയമത് നാം നേരിൽ കാണും. ദുർഭരണത്തിൻ ശിരസുകളമ്പേ വെള്ളിടി വെട്ടി ചിതറുമ്പോൾ. ദുർഭരണത്തിൻ ശിരസുകളമ്പേ വെള്ളിടി വെട്ടി ചിതറുമ്പോൾ. വിശുദ്ധ മേടയിൽ നിന്ന കള്ള ദൈവമിറങ്ങി ഓടുമ്പോൾ. വിശുദ്ധ മേടയിൽ നിന്ന കള്ള ദൈവമിറങ്ങി ഓടുമ്പോൾ. നാം അത് കാണും, നമ്മൾ കാണും, നിശ്ചയമത് നാം നേരിൽ കാണും. നാം അത് കാണും,
അന്തസ്സോടെ ഇരിക്കുമ്പോൾ നിൻ കനകകിരീടം വെന്തുരുകും ആ സിംഹാസനവും കടപുഴകും നാമത് കാണും നമ്മൾ കാണും ജയമത് നാം നേരിൽ കാണും അത് കാണും നമ്മൾ കാണും ജയമത് നാം നേരിൽ കാണും പരമപ്പൊരുളാം അല്ലാഹും കാണുന്നവനായുണ്ടാവും പരമപ്പൊരുളാം അല്ലാഹും കാണുന്നവനായുണ്ടാകും അദൃശ്യനെന്നാൽ സകലം കാണാൻ കഴിയുന്നവനായുണ്ടാകും അദൃശ്യനെന്നാൽ സകലം കാണാൻ കഴിയുന്നവനായുണ്ടാകും അതിൽ ഞാനുണ്ടാകും നീയുണ്ടാകും ഞാനുണ്ടാകും നീയുണ്ടാകും ഞാനുണ്ടാകും നീയുണ്ടാകും ഞാനുണ്ടാകും നീയുണ്ടാകും ഞാനുണ്ടാകും നീയുണ്ടാകും നാമുണ്ടാകും നാമുണ്ടാകും പാട്ടുകൾ എഴുതുന്നവരെക്കാളും പാടുന്നവരെക്കാളും അതിൻ്റെ അവകാശികൾ കേൾക്കുന്നവരുണ്ട്. 3 വർഷം മുമ്പ് എഴുതിയ ഒരു പാട്ട് അന്ന് ഏറ്റെടുക്കപ്പെട്ടതാണ്. ഇപ്രാവശ്യം ഈ വർഷം അത് ഏറ്റെടുത്തത് നോമ്പ് നോറ്റിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. കള്ള നോമ്പിന്റെ ആൾക്കാർ, നോമ്പ് കള്ളന്മാര്. നോമ്പെടുത്താലും തിന്നാൻ കഴിയുന്ന ആത്മീയമായ അനുഭൂതികളെ കുറിച്ചിട്ട് ഞാൻ എഴുതിയ പാട്ടാണ്. ഈ പ്രാവശ്യത്തെ റീല് സ്കൂളിലൊക്കെ നല്ല ചോറ് കൊണ്ടായിട്ട് ആരും കാണാതെ കഴിക്കണ ആരാധനകൾക്കെല്ലാം അത് പകരുന്ന ആന്തരികമായ ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതി ആരോടുള്ള പ്രണയത്തിലായാണോ നീ ആ ആരാധന നിർവഹിക്കുന്നത് എന്നുള്ളത്. ആരാധനയ്ക്ക് ഇന്നത്തെ കുട്ടികൾ പറയും ക്രഷ് എന്നുള്ള ആരാധന. വീണുപോയി, കുടുങ്ങിപ്പോയി. അങ്ങനെ തന്നെയാണ്. നിന്റെ സൃഷ്ടാവ് ആരാണ് എന്നറിഞ്ഞാൽ, നിന്റെ നാഥൻ എങ്ങനെയുള്ളവനാണെന്ന് അറിഞ്ഞാൽ നീ അവനുമായിട്ട് ക്രഷിലായിപ്പോ. അവനെ ആരാധിക്കുക എന്നുള്ളത് അവന്റെ നിർബന്ധമല്ല, എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്റെ നിർബന്ധമായി മാറും. നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങളെ കണ്ടെടുക്കാം. നിസ്കാര ഹായയിൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്കാം. നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങളെ കണ്ടെടുക്കാം. നിസ്കാര ഹായയിൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്കാം. സ്വതക്കാത്ത് കൊടുത്താൽ കൂടണ മുഞ്ചഴകില് നടന്നിക്കാം. സ്വതക്കാത്ത് കൊടുത്താൽ കൂടണ മുഞ്ചഴകില് നടന്നിക്കാം.
കഴിച്ചിക്കാം. ഇല്ലായ്ക എന്ന ഇല്ലം വിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, 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 ഇല്ലല്ല എന്ന ഇഷ്ടിൻ എണ്ണയിലെരിയുന്ന ദീപമല്ലേ, ഇല്ലല്ല എന്ന ഇഷ്കിന്നെണ്ണയിലെരിയുന്ന ദീപമല്ലേ, ലില്ലാഹി എന്ന നീയത്തിൽ, ലില്ലാഹി എന്ന നീയത്തിൽ ചൊല്ലി പറയുന്നതും അതല്ലേ, നോമ്പെടുത്തും തിന്നാൻ പറ്റുന്ന വിഭവങ്ങളെ കണ്ടിക്കാം, നിസ്കാരപ്പായെ കിട്ടുന്നതേ മധുരം കഴിച്ചിക്കാം. വീട്ടിലൊക്കെ സാധാരണ കുട്ടികൾക്കൊക്കെ നിസ്കരിക്കാനൊക്കെ മടിയായിരിക്കും. നോമ്പെടുക്കാൻ വലിയ ആഗ്രഹമാണ്, നോമ്പെടുക്കാൻ ഭയങ്കര ഇഷ്ടം. നോമ്പെടുക്കാൻ അത്താഴത്തിന് വിളിച്ചില്ലെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ നോമ്പെടുത്തവനെ തന്നെ നിസ്കരിപ്പിക്കണമെങ്കിൽ അവൻ്റെ പുറകെ നടക്കേണ്ടിരുന്നു. നിസ്കരിക്കാൻ മടിയാണ്, നോമ്പെടുക്കാൻ ആഗ്രഹം. എന്താ കാരണം? അവൻ്റെ വീട്ടിൽ അവനക്ക് പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ നോമ്പാണ്. ഉപ്പാക്കും ഉമ്മാക്കും ഇത്താത്താർക്കൊക്കെ നോമ്പ്. അവരൊന്നും കഴിക്കുന്നില്ല, അവരാരും ഭക്ഷണം കഴിക്കുന്നില്ല. അവരോട് സ്നേഹം, ആ സ്നേഹത്തിൽ ചേർന്നുകൊണ്ട് ഞാനും എന്താക്കട്ടെ, ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ. ഇതാണ് നോമ്പിന്റെ ഉള്ളിലുള്ള രഹസ്യം. ഒരാൾ തന്റെ റബ്ബിനെ അറിഞ്ഞാൽ, ആരാണവൻ? എല്ലാ നേരത്തും എന്നെ ഭക്ഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ, എനിക്ക് ശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്നവൻ, എന്നെ കുടിപ്പിക്കുന്നവൻ. അവനോ? അവൻ ഭക്ഷിക്കുന്നില്ല, അവൻ കുടിക്കുന്നില്ല. ഞാനും അല്പസമയത്തേക്ക് അവനെപ്പോലെ ഞാനൊന്നായി നോക്കട്ടെ. ഒരു നാളും ഒന്നും തിന്നാത്തവനോടൊപ്പം നോമ്പ് പിടിക്കേ, 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 ഒന്നായി കൂടെയെങ്കിലും അവനെ രണ്ട്. അവനെല്ലായ്പ്പോഴും നീയെന്നോ അവനെന്നോ ഒരു വേർതിരിവ് തോന്നാത്ത വിധം എല്ലായ്പ്പോഴും നിന്റെ കൂടെ ഉണ്ട്. വഹുവ മഅക്കും ഐനമാ കുന്തും. ഒരാൾ എപ്പോഴും നമ്മുടെ കൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ അവൻ നിന്റെ കൂടെ നടക്കുന്നതിൻ്റെതായ എന്തെങ്കിലും ഒരു വിഷമം നിനക്കുണ്ടോ, ഒരു ബുദ്ധിമുട്ട് നിനക്കുണ്ടോ? അവൻ നിന്റെ കൂടെ ഇല്ലെങ്കിലോ നീ നിനക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. നീയാകുന്ന ബുദ്ധിമുട്ടിനോടൊപ്പം അവനാകുന്ന എളുപ്പം, അവനാകുന്ന യുസ്ർ, നീയാകുന്ന ഉസ്റിനോടൊപ്പം സദാ സന്നിഹിതമായതുകൊണ്ട് നിനക്കതാ നിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഒരു നാളും ഒന്നും തിന്നാത്തവനോടൊപ്പം നോമ്പ് പിടിക്കേ, ഒരു നാളും ഒന്നും തിന്നാത്തവനോടൊപ്പം നോമ്പ് പിടിക്കേ, ഒന്നായി കൂടെയെങ്കിലും അവനെ രണ്ടെന്നു തന്നെ ഓർക്കേ, ഒന്നായി കൂടെയെങ്കിലും അവനെ രണ്ടെന്ന് തന്നെ ഓർക്കേ, എല്ലായ്പ്പോഴും നിന്റെ കൂടെയുണ്ടെന്ന് കരുതി അവനും നീയും ഒന്നല്ല. റബ്ബ് റബ്ബാണ്, അടിമയാണ്.
അടിമ ഒരിക്കലും എത്ര ഉയർന്നാലും അവൻ റബ്ബായി മാറൂല. റബ്ബ് അടിമയിലേക്ക് എത്ര ഇറങ്ങി വന്നാലും അവൻ അടിമയുമാവൂല. ഒന്നായി കൂടെ എങ്കിലും അവനെ രണ്ടെന്നു തന്നെ ഓർക്കേ. ഒന്നായി കൂടെ എങ്കിലും അവനെ രണ്ടെന്ന് തന്നെ ഓർക്കേ. 15 നേരം അവനോട് കൊഞ്ചി, 15 നേരം അവനോട് കൊഞ്ചി അഴകോടെ നിസ്കരിക്കേ. നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങൾ കണ്ടിക്ക. നിസ്കാരത്തായേ കിട്ടണത്തെ മധുരം കഴിച്ചിക്ക. നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങൾ കണ്ടിക്ക. നിസ്കാരത്തായേ കിട്ടണത്തെ മധുരം കഴിച്ചിക്ക. ഇനി നമുക്കൊന്ന് പോയി നോക്കേണ്ടതുണ്ട്. നേരത്തെ പല സംസാരങ്ങളിലും പാട്ടുകളിലും സംഗീത ശില്പത്തിലുമെല്ലാം ഇവിടെ പറയപ്പെട്ടതുപോലെ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് തൻ്റെ ജീവൻ്റെ ശ്വാസം കൊടുത്ത് തങ്ങളുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ, ആ സ്വാതന്ത്ര്യവാജ്ഞയെ കെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയുടെ ഓർമ്മയിലേക്ക് കലിമതൻ കാമ്പുള്ള ഈമാനിൻ നാമ്പുള്ള വിത്തുകൾ നിറഞ്ഞ മണ്ണാണു ഗസ. കലിമതൻ കാമ്പുള്ള ഈമാനിൻ നാമ്പുള്ള വിത്തുകൾ നിറഞ്ഞ മണ്ണാണു ഗസ. മതിലുകൾ കൊണ്ടതിൽ ഉപരോധം തീർത്തെന്നാൽ വൻവൃക്ഷമായത് വളരും തീർച്ച. ഭൂവിതിൽ സീമകൾ കൊട്ടിയടച്ചപ്പോൾ അല്ലാഹ് തുറന്നു മറ്റൊരു ദർവാസ. അതിരുകളില്ലാത്ത ആനന്ദം പൂക്കുന്ന തോപ്പുകളാം ജന്നാത്തുൽ ഫിർദൗസ. പാട്ടായി കാത്തിരിക്കേണ്ട നീ എന്നെ, ഞാൻ പടയായി പുറപ്പെട്ടു മുന്നേ. പകലിരവില്ലാതെ ക്രൂരത പെയ്യും വാക്കുകളീണം ശ്രവിക്കാൻ നിൽക്കാതെ തോക്കായി ഗമിക്കുന്നുവന്നേ. കവിതയോ കവചിത വ്യൂഹം തകർത്താടും വീര്യത്തിൻ രാധയാകുന്നേ. പാട്ടായി കാത്തിരിക്കേണ്ട നീ എന്നെ, ഞാൻ പടയായി പുറപ്പെട്ടു മുന്നേ. പകലിരവില്ലാതെ ക്രൂരത പെയ്യും പലസ്തീനിലേക്കായി തന്നെ.
കൊണ്ടവർ നടന്നു. ആരാമങ്ങൾ തോറും അവളെയും കൊണ്ടവർ നടന്നു. ഇനി എന്തു വേണമെന്നാരാഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ ഭൂമിയിലേക്കു താണു. ഗസയിൽ തന്നെ പോയി പാർക്കണം, ഗസയിൽ തന്നെ പോയി പാർക്കണം, ഇനിയും ശഹീദായി മടങ്ങണമെന്ന വണ്ണം. പാട്ടായി കാത്തിരിക്കേണ്ട നീ എന്നെ, ഞാൻ പടയായി പുറപ്പെട്ടു മുന്നേ. പകലിരവില്ലാതെ ക്രൂരത ചെയ്യും ഫലസ്തീനിലേക്കായി തന്നെ. ആർക്കാണോ നാം ആരാധന അർപ്പിക്കുന്നത് അവരുമായുള്ള ബന്ധമാണ് അതിൻ്റെ ഉൾക്കാമ്പ്. നമുക്ക് സുഹൃത്തുക്കളിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ടാവും. ബന്ധത്തിൽ ഏറ്റവും അടുത്ത ആളുകളെ എപ്പോൾ വിളിച്ചാലും നമ്മൾ ഓടിച്ചെല്ലും. അവരോട് നമുക്ക് എത്രയും സംസാരിക്കാൻ കഴിയും. ഞാൻ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാകാവുന്ന ഒരു പരാതിയെ കുറിച്ച് പറഞ്ഞിട്ടെ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യ നമ്മളോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമ്മൾ മറുപടി പറയാം. പിന്നെ ചോദിച്ചാൽ നമുക്ക് ദേഷ്യം പിടിക്കും. അവര് പറയും, നിങ്ങളെ കൂട്ടുകാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ പറയല്ലോ, എത്ര നേരമാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം. ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് നേരമല്ല. നമ്മുടെ ഈ നാട്ടിൽ അങ്ങനെ ഇല്ലേ? നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. വെറുതെ സംസാരിക്കാൻ കഴിയില്ല. നമുക്കൊരാളോട് അടുപ്പമുണ്ടെങ്കിൽ അവരോട് നമുക്ക് ഒരു വിഷയവും വേണ്ട സംസാരിക്കാൻ, വെറുതെ സംസാരിക്കാൻ. ശരിയല്ലേ? അടുപ്പുള്ള ആളുകളോട് എത്ര നേരം വേണേ നമ്മൾ സംസാരിക്കും. അപ്പൊ ഭാര്യ അടുപ്പുള്ള ആളല്ലേ? അടുപ്പമുള്ള ആളാണ്. പക്ഷെ ആ അടുപ്പം എപ്പോഴാണോ നഷ്ടപ്പെട്ടു പോണത്, ഭർത്താവിന് ഭാര്യയോടാവട്ടെ, ഭാര്യക്ക് ഭർത്താവിനോടാവട്ടെ, അടുപ്പം നഷ്ടപ്പെടുമ്പം എന്തു പറയും? വെറുതെ വർത്താനം പറയാൻ കഴിയില്ല. കേൾക്കുണ്ടോ പറയണേ? വെറുതെ വർത്താനം പറയാൻ കഴിയില്ല. വെറുതെ വർത്താനം പറയാൻ അടുപ്പുള്ളവർക്ക് തമ്മിലേ സാധിക്കുള്ളൂ. വെറുതെ വിളിച്ചാൽ പോവാൻ അടുപ്പമുള്ളവർക്കേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു, എന്തിനാ വിളിച്ചു, എന്തിനാ വിളിക്കണം? എന്നെ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. നിങ്ങൾ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കി. ഇപ്പൊ ഭാര്യ ചോദിക്കും, എന്തിനാ വിളിച്ചത് ചോദിക്കല്ലേ? എന്തിനാ വിളിച്ചത്? അപ്പൊ ഒരു മറുപടി കൊടുക്കണം. ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചാണ്. എന്നപ്പോ ഒഴിവില്ല, നിങ്ങൾ പിന്നെ വിളിക്കുമ്പോൾ 100 കൂട്ടം പറയുന്നുണ്ട്. അങ്ങനെ വെറുതെ വിളിക്കാനുള്ള ഒരു സമയവും ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടുകാരുമായിട്ട് ഇല്ലാതെയായിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. എന്നാലും നമ്മളെ ഭാര്യനോ നമ്മളെ വീട്ടുകാരെയോ നമ്മളെ സഹോദരിമാരെയോ കുട്ടികളെയോ ഒക്കെ വെറുതെ വിളിച്ച് സംസാരിക്കാൻ ഒഴിവുള്ള വേറെ ആൾക്കാരുണ്ട്. ഒരു വെറുതെ വിളിക്കും, വെറുതെ വിളിച്ച് സംസാരിക്കും. ആ വെറുതെ വിളിച്ചുള്ള സംസാരത്തിൽ ഈ ആളുകൾ കുടുങ്ങിപ്പോവും. അവർക്ക് അവിടെ ഒരു സ്നേഹം അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് വെറുതെ സംസാരിക്കാൻ കഴിയില്ല. കാര്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുന്ന ചില വീട്ടുകാരുണ്ട്. വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും കാര്യം മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് കാണിക്കണം, അത് പ്രകടിപ്പിക്കണം. അടുപ്പമുണ്ടെങ്കിൽ അടുപ്പമുള്ളവരോട് ഒരു കാര്യവുമില്ലാതെ സംസാരിക്കാൻ കഴിയണം. അല്ലേ? മലയാളത്തിലൊരു വാക്കുണ്ട്, പഞ്ചാരടിക്കാന്നല്ലേ? യാസർ ഉസ്താദ്, പഞ്ചാരടിക്കാൻ എന്തെങ്കിലും കുറവ്? പഞ്ചാരടിക്കാൻ അല്ലേ? നമ്മൾ പഞ്ചാരടിക്കുന്നതില് അതിന്റെ ഒന്നാമത്തെ അർഹത ഉള്ള ആളാരാ? നമ്മളെ വീട്ടുകാരാണ്. അല്ലേ? സോറി, പല്ലേക്കാതെ പഞ്ചാരടിക്കും. പല്ലേക്കും കൂടി വേണ്ട. നേരം വെളുക്കുമ്പോ തന്നെ ഉണന്നാൽ അപ്പം തന്നെ എന്താക്കാം?
സംസാരം തുടങ്ങാൻ പറ്റിയ അടുപ്പമുള്ള ആളാണ്. എന്നതുപോലെ തൻ്റെ അടിമയെ ഒരു കാര്യവുമില്ലാതെ അള്ളാഹ് വിളിച്ചുകൊണ്ട് വേണം അങ്ങോട്ട് ഹജ്ജ് ചെയ്യാൻ വിളിച്ചുകൊണ്ട്. ഹജ്ജിനവൻ വിളിച്ചിട്ടാണല്ലോ പോണേ. ലബ്ബൈക്ക, ഞാൻ ഉത്തരം ചെയ്തു, എൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തു. വെറുതെ വിളിച്ചാൽ വരാൻ കൂടുന്നൊരൊഴിവുണ്ടോ? വെറുതെ അള്ള ചോദിക്കണം. അങ്ങനെ ചെല്ലാൻ ആർക്കേ കഴിയുള്ളൂ? ഓനോട് അത്ര ഇഷ്ടമുള്ളവർക്കേ കഴിയുള്ളൂ. വെറുതെ വിളിച്ചാൽ വരാൻ കൂടുന്നൊരൊഴിവുണ്ടോ? ഹജ്ജ് ചെയ്താൽ എന്താ കിട്ടുക? ഇപ്പൊ ജനിച്ച കുട്ടിനെ പോലെ തിരിച്ചു പോരാ. ഇപ്പൊ ജനിച്ച കുട്ടിക്ക് എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല കയ്യിൽ. കാലി കയ്യാണ്. നന്മയില്ല, തിന്മയില്ല. വെറും കയ്യോടെ ഇളം പൈതലായി മടങ്ങലാണ് ഹജ്ജ്. അറിവുണ്ടോ? ഹജ്ജ് ചെയ്താലൊന്നും കിട്ടൂല, അല്ലാഹനെ കിട്ടും. അഹദവന്റെ ആദിത്യത്തിൽ ആറാടാൻ പറ്റും. ഹജ്ജ് ചെയ്താലൊന്നും കിട്ടൂല, അല്ലാഹനെ കിട്ടും. അഹദവന്റെ ആദിത്യത്തിൽ ആറാടാൻ പറ്റും. ആരും ക്ലാപ്പ് ചെയ്യുന്നില്ല. പമ്പ് നടിച്ച് വിമാനം കേറി ഹജ്ജിന് പോകണ്ട. ലബ്ബൈക്കെന്ന ബൈക്കുമ്മ കേറി ഹജ്ജിന് പോയിക്കോളി. നല്ല ഹജ്ജിന് പോയിക്കോളി. പമ്പ് നടിച്ച് വിമാനം കേറി ഹജ്ജിന് പോകണ്ട. ലബ്ബൈക്കെന്ന ബൈക്കുമ്മ കേറി ഹജ്ജിന് പോയിക്കോളി. നല്ല ഹജ്ജിന് പോയിക്കോളി. ഹജ്ജെന്നത് പത്രാസല്ല, പാപ്പരാണെന്നറിവാണ്. ഹജ്ജെന്നത് പത്രാസല്ല, പാപ്പരാണെന്നറിവാണ്. ഹാജി എന്നാൽ കേമനല്ല, ഫക്കീറേ എന്ന വിളിയാണ്. ഫക്കീറേ എന്ന വിളിയാണ്. പമ്പ് നടിച്ച് വിമാനം കേറി ഹജ്ജിന് പോകണ്ട. ലബ്ബൈക്കെന്ന ബൈക്കുമ്മ കേറി ഹജ്ജിന് പോയിക്കോളി. നല്ല ഹജ്ജിന് പോയിക്കോളി. പോയാലേ അവിടെ തവാഫ് ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാ കർമ്മങ്ങളും സ്ത്രീകളും പുരുഷന്മാരൊക്കെ കൂടി കലർന്നിട്ടാണ് അല്ലേ? ഹജ്ജ് ചെയ്യുന്നവന് ഉദുവൊക്കെ ഉണ്ടാവും. ഈ ഉദുവൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാലൊന്നും മുറിയില്ല, തൊട്ടാലും ഒന്നും മുറിയാതെ. അവിടെ ആണ് ഏതാ പെണ്ണതെന്നൊന്നും അറിയാത്ത ഒരു ഹാലാണ്. എൻ്റെ കൂടെ ഈ നടക്കുന്നത് ആണാണോ, ഞാൻ ചവിട്ടിപ്പോയത് ഒരു പെണ്ണിൻ്റെ കാലുമലാണോ? അതിനൊരു ഇഹ്റാം എന്ന് പറയുന്ന ഒരു വസ്ത്രമുണ്ട്. എന്താണ് ഇഹ്റാം? ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ തടി എൻ്റെതല്ല, അല്ലെങ്കിലും എൻ്റെതല്ല. ഇഹ്റാം കെട്ടിക്കൊണ്ടത് ഞാൻ അറിയാണ്. അതുകൊണ്ട് തന്നെ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരു മുടി പുറത്തു പോകാൻ പാടില്ല. ഇതിനൊരു മുടി നീക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല. ഇഹ്റാമിൽ ഇരുതുണി ചുറ്റിയ തടിയാരെന്നറിയാമോ? ഉടമസ്ഥൻ അരുളാതിനിയൊരു മുടി പോലും അതിലടരാമോ? ഇഹ്റാമിൽ ഇരുതുണി ചുറ്റിയ തടിയാരെന്നറിയാമോ? ഉടമസ്ഥൻ അരുളാതിനിയൊരു മുടി പോലും അതിലടരാമോ? ലക്കൽ മുൽക്കല ശരീക്കലക്കെന്ന വാക്കിന്റെ പൊരുളായോ? ലക്കൽ മുൽക്കല ശരീക്കലക്കെന്ന
ബൈത്തുള്ളയാണ്. അത് കാണാൻ പോയ ഞാനാരാ? അബ്ദുള്ളയാണ്. ബൈത്തുള്ള കാണാൻ വന്ന ഈ അബ്ദുള്ള സ്റ്റാറായോ? ബൈത്തുള്ള കാണാൻ വന്ന അബ്ദുള്ള സ്റ്റാറായോ? പമ്പ് നടിച്ച് വിമാനം കേറി ടച്ചിന് പോകണ്ട, ലബ്ബൈക്കെന്ന ബൈക്കുമ്മ കേറി ടച്ചിന് പോയിക്കോടി, നല്ലച്ചിന് പോയിക്കോടി. ഹജ്ജെന്നത് പത്രാസല്ല പാപ്പരാണെന്നറിവാണ്. ഹജ്ജെന്നത് പത്രാസല്ല പാപ്പരാണെന്നറിവാണ്. ഹാജി എന്നാൽ കേമനല്ല ഫക്കീറേ എന്ന വിളിയാണ്, ഫക്കീറേ എന്ന വിളിയാണ്. പമ്പ് നടിച്ച് വിമാനം കേറി ടച്ചിന് പോകണ്ട, ലബ്ബൈക്കെന്ന ബൈക്കുമ്മ കേറി ടച്ചിന് പോയിക്കോളി, നല്ലച്ചിന് പോയിക്കോളി. ഞാനിവിടെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഇവിടെ ഇത്രയും ദൂരെ ഇവിടെ ഈ ദേശത്തുള്ളവർക്ക് നമ്മളെ പാട്ടുകളൊന്നും അങ്ങനെ വശമുണ്ടാവില്ല. ഏതെങ്കിലും കുറച്ച് കേൾക്കാൻ ഇമ്പുള്ള കുറച്ച് പാട്ടുകളൊക്കെ പാടി അങ്ങനെ അങ്ങോട്ട് പോവാന്ന്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു സുഹൃത്ത് ഒരു ലിസ്റ്റ് തന്നു, ഈ പാട്ടുകളൊക്കെ പാടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ നോക്കുമ്പോഴോ ഞാൻ എഴുതിയ പാട്ടുകളിൽ അതിൻ്റെ ഏറ്റവും കഴമ്പുള്ള ഏറ്റവും മനോഹാരിതയുള്ള പാട്ടുകളെ അവര് കണ്ണ് കണ്ടു വെച്ചിട്ടുണ്ട്. അള്ളാഹിനെ കുറിച്ച് പറയും, അള്ളാഹ്ക്ക് 70 ഉമ്മാന്റെ സ്നേഹമാണ്. ഉമ്മ കുട്ടിനെ ഉറക്കിക്കിടത്തിയാലും ഉറങ്ങിയ കുട്ടിൻ്റെ അടുത്ത് നിന്ന് ഉമ്മ മാറിക്കിടക്കും, അള്ള മാറിക്കിടക്കില്ല. ഒന്നിങ്ങോട്ട് തിരിഞ്ഞിട്ട് ഉമ്മ ഉറങ്ങിപ്പോകും. ലാ യനാമു വലാ യഫൂതു അബദൻ അബദ. അവനൊരിക്കലും ഉറക്കമില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗമൻ. എന്താ? അവൻ അവന്റെ അടിമയെ ഉറക്കുന്ന തിരക്കിലാണെന്ന്. അവൻ കഴിക്കാറില്ല, അവൻ അവന്റെ അടിമയെ ഭക്ഷിപ്പിക്കുന്ന തിരക്കിലാണ്. നമ്മൾ വിചാരിക്കും അല്ലാഹു ഉറക്കത്തിനെ തൊട്ടും കഴിക്കുന്നതിനെ തൊട്ടൊക്കെ പരിശുദ്ധനാണ്. ആ പരിശുദ്ധിയെ മനസ്സിലാക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അവൻ അയച്ച ഒരു ഉപമയാണ് ഉമ്മ. വീട്ടിൽ ഭക്ഷണം കുറവാണെങ്കിൽ ഉമ്മ പറയും, എനിക്ക് വിശക്കണില്ല. ഇല്ലേ? എനിക്ക് വിശക്കണില്ല. വിശക്കാഞ്ഞിട്ടാണോ? അല്ല, ഭക്ഷണം കുറവാണ്, കുട്ടികൾ കഴിക്കട്ടെ, തൻ്റെ പ്രിയപ്പെട്ടവൻ കഴിക്കട്ടെ. അള്ളാഹ്ക്ക് വിശപ്പേ ഇല്ല, എൻ്റെ അടിമകൾ കഴിക്കട്ടെ. അവന് ഉറക്കമില്ല. കുട്ടിക്ക് സുഖമില്ലാതായി കഴിഞ്ഞാൽ ഉമ്മ പറയും, ഞാനിരുന്നോളാം, ഞാൻ പകല് നല്ലോണം ഉറങ്ങിയതാണ്. എവിടെ? ആ സ്ത്രീ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഉമ്മാനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, എല്ലാവരും ഉറങ്ങിയാലും തീരാത്ത പണികളുമായിട്ട് ഉറങ്ങാതിരിക്കുന്ന ഉമ്മയാണ്. വീട്ടിലെല്ലാവരും ഉണരുന്നതിന് മുമ്പേ ഉറക്കമുണർന്ന ജോലികൾ ആരംഭിക്കുന്ന ഉമ്മയാണ്. അതാണ് ഉമ്മ. ഉമ്മ എന്നുള്ളതൊരു പാഠമാണ്. ഉമ്മ ഒരു ഉപമയാണ്. എന്തിൻ്റെ? റബ്ബിൻ്റെ സ്നേഹത്തിൻ്റെ ഉപമ.
ഉമ്മാന്റെ ഉപമ എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഉമ്മാന്റെ ഉപമ, ഉമ്മ ഈ കുഞ്ഞിനെ പ്രസവിച്ചു, പെറ്റില്ലേ? ആ പെറ്റ കുട്ടിയോടുള്ള സ്നേഹമാണ് ഇത്രയും. എന്നാൽ അള്ളാന്റെ ഉപമയോ, ലം യലിദ് വലം യൂലദ്, അവൻ പെറ്റിട്ടില്ല. അവൻ പെറാതെ തന്നെ, പ്രസവിക്കാതെ തന്നെ തന്റെ അടിമയെ അവൻ ചേർത്ത് വെച്ചു, വേർപിരിക്കുന്നില്ല. ഉമ്മയും കുഞ്ഞും പ്രസവത്തോടെ രണ്ടായി. ഒരു ഉമ്മ പ്രസവിക്കുമ്പം കുട്ടി മാത്രമല്ല ജനിക്കുക, എന്തും ജനിക്കും. ഒരു ഉമ്മയും ജനിക്കും. ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ കുട്ടിയും ജനിക്കും. ആ കുട്ടി ജനിക്കുന്ന ദിവസമാണ് ആര് ജനിക്കുക? ഉമ്മ ജനിക്കുക. കുട്ടിയും ജനിക്കും, ഉമ്മയും ജനിക്കും. ഉമ്മ തന്നോരുമ്മകൾ കൊണ്ടൊരു മാല കൂട്ടാലോ, ഉമ്മ തന്നോരുമ്മകൾ കൊണ്ടൊരു മാല കൂട്ടാലോ, ആ മാല തീർക്കാൻ നൂല് തികയാതാകെ വലയൂലോ, ആകെ വലയൂലോ. ഉപ്പ ചൊല്ലിയ കഥകൾ ഒന്നൊന്നായി ഓർത്താലോ, ഉപ്പ ചൊല്ലിയ കഥകൾ ഒന്നൊന്നായി ഓർത്താലോ, ആ ചെപ്പിലിനിയും പറയാ കഥകൾ ബാക്കിയാവൂലോ. ഉമ്മ തന്നോരുമ്മകൾ കൊണ്ടൊരു മാല കോർത്താലോ. അപവായിലുറങ്ങുമൊരുമ്മ, നബിയോരുടെ പൊന്നുമ്മ. അപവായിലുറങ്ങുമൊരുമ്മ, നബിയോരുടെ പൊന്നുമ്മ. ആമിനബി മുത്തം നൽകിയ മുത്തു ആലമിനാകെയും നന്മ. ആമിനബി മുത്തം നൽകിയ മുത്തു ആലമിനാകെയും നന്മ. ആമിനബി മുത്തിയ മുത്ത്, ആമിനബി മുത്തിയ മുത്ത് ആലമിനാകെ റഹ്മത്ത്. ആമിനബി മുത്തിയ മുത്ത് ആലമിനാകെ റഹ്മത്ത്. 6 കൊല്ലമല്ലേ പാർത്തതുള്ളൂ നബിയുമ്മയുമൊത്ത്. ഉമ്മ തന്നോരുമ്മകൾ കൊണ്ടൊരു മാല കോർത്താലോ, ആ മാല തീർക്കാൻ നൂല് തികയാതെ വലയൂലോ, ആകെ വലയൂലോ. ഫാത്തിമത്തു സഹ്റ നബിയോരുടെ കരള. ഫാത്തിമത്തു സഹ്റ നബിയോരുടെ കരള. ഫാത്തിമത്തു സഹ്റ ഹാത്തിം നബിയോരുടെ പൊരുളിൻ കരള. ഫാത്തിമത്തു സഹ്റ ഹാത്തിം നബിയോരുടെ പൊരുളിൻ കരള. ഉമ്മയാം ഖദീജ ബീവി കാറ്റലായ കനിവിൻ നിഴല. ഉമ്മയാം ഖദീജ ബീവി കാറ്റലായ കനിവിൻ നിഴല. ഉമ്മു അബീഹ തിരുദൂത, ഉമ്മു അബീഹ തിരുദൂത കരുമയായ താങ്ങും തണല. ഉമ്മു അബീഹ
ഫിർദൗസ് പുൽകിയ നിധിയാ. ഉമ്മ തന്നോരുമ്മകൾ കൊണ്ടൊരു മാല കോർത്താരോ ആ മാല തീർക്കാൻ നൂല് തികയാതാകെ വലയൂരോ ആകെ വലയൂരോ. ഉപ്പ ചൊല്ലിയ കഥകൾ ഒന്നൊന്നായി ഓർത്താലോ ആ ചെപ്പിലിനിയും പറയാ കഥകൾ ബാക്കിയാവൂലോ ആ ചെപ്പിലിനിയും പറയാ കഥകൾ ബാക്കിയാവൂലോ. നമുക്ക് ജീവിതത്തില് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളിൽ ഒരുപാട് നമ്മൾ നേടിയ ആഗ്രഹങ്ങളൊക്കെ വീട്ടിലുണ്ട് അല്ലേ? ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു, ആർക്കും എതിർപ്പൊന്നുമില്ല, എല്ലാവരും സമ്മതിച്ച്, പെരക്കാരൊക്കെ തമ്മിൽ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെ കല്യാണം കഴിഞ്ഞ് പെരയെ കൊണ്ടുവന്ന് നേടിയ ആഗ്രഹങ്ങളൊക്കെ വീട്ടിലുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നേടിയ ആഗ്രഹങ്ങളൊക്കെ വീട്ടിലുണ്ടാവും, നേടാത്ത ആഗ്രഹങ്ങൾ എവിടെ ഉണ്ടാവും? നെഞ്ചിലുണ്ടാവും. നേടിയ ആഗ്രഹങ്ങൾ ബാങ്കിലുണ്ടാവും, നേടാത്ത ആഗ്രഹങ്ങൾ നിന്റെ കൂടെ നീ കണ്ണയക്കുന്നിടത്തെല്ലാം അതിനെ നീ തേടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നേടണം എന്ന് വെക്കല്ലേ. ചില ആഗ്രഹങ്ങളെ നേടാതെ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും. ആ മരുഭൂമിയിൽ നമുക്ക് ആ ആഗ്രഹങ്ങളെയും തെരഞ്ഞു നടക്കാലോ. കാമുകിയുടെ പ്രണയിനിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ എന്തെങ്കിലും ഒന്ന് മറന്നുപോയല്ലോ എന്നുള്ളതാണ്. പ്രണയിനിയുടെ വീട്ടിൽ പോയപ്പം എന്തെങ്കിലും ഒന്ന് മറന്നു വെച്ചിരുന്നെങ്കിൽ ആ മറന്നു വെച്ചതിന്റെ ഓർമ്മ എത്ര മധുരതരമാകുമായിരുന്നു. നീ മറന്നു വെച്ചിട്ടുണ്ടടാ. സ്വർഗത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോരുമ്പോ നീ മറന്നു വെച്ച ഒന്നുണ്ടവിടെ. ലൈലയെ മജ്നുവിന് കെട്ടിച്ചു കൊടുത്തില്ല. ദൂരെ മരുഭൂമികൾ താണ്ടി അതിനപ്പുറം മാത്രം നേടിയെടുക്കാവുന്ന ഒരാൾക്ക് കെട്ടിച്ചു കൊടുത്തു. മജ്നുവിന് സന്തോഷം, ഈ മരുഭൂമികളുടെ ദൈർഘ്യം അത്രയും എനിക്ക് അലയാമല്ലോ എൻ്റെ ലൈലയെ തേടി. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്ന് വിചാരിച്ച് നാളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? നേടാത്ത ആഗ്രഹങ്ങളെ ഇനിയും അലയാനുള്ള മരുഭൂമിയാക്കി, പ്രണയത്തിന്റെ മലർവനികളാക്കി അതിന് ബാക്കി വെക്കും. വിജയൻ മാഷ് പറഞ്ഞ പോലെ രണ്ടാള് തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ, പ്രണയിച്ചവർ തമ്മിൽ ഒരുമിച്ചാൽ അതൊരു കലഹമായേക്കാം. പ്രേമിച്ച രണ്ടാളുകൾ തമ്മിൽ ഒരുമിച്ചാൽ അതൊരു അടിപിടി, ഒരു കലഹമായേക്കാം. പ്രണയിക്കുന്നവർക്ക് പരസ്പരം ഒരുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അതെന്നും ഒരു കവിതയായി ബാക്കിയാക്കാം. ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ലൈലാന്റെ ഖസ്റിൻ അലങ്കാരം കണ്ട് അതിനാല് നിസ്കാരം ജമ്മും ഖസ്റുണ്ട്, അതിനാല് നിസ്കാരം ജമ്മും ഖസ്റുണ്ട്. അവകാശിയായി ഞാനല്ലാതെ ആരുണ്ട്, ഭ്രാന്തായാൽ
എന്തു സുഖം സക്കറാത്തുൽ മൗത്ത് എന്തു രസം ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽ മൗത്ത് എന്തു രസം ദിക്റിനിടമില്ല മധുക്കൂറുന്നൊഴിയില്ല ദിക്റിനിടമില്ല മധുക്കൂറുന്നൊഴിയില്ല നിക്കാരം നോമ്പജ്ജ് സകാത്തും അടവില്ല നിക്കാരം നോമ്പജ്ജ് സകാത്തും അടവില്ല ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽ മൗത്ത് എന്തു രസം നിസ്കാരം അടവില്ല എന്ന് പറഞ്ഞു, നിസ്കരിക്കൂല എന്നല്ല കേട്ടോ. നിസ്കാരം എന്ന് പറയുന്നത് ഒരു അടവ് വീട്ടുന്നത് പോലെ ഒരു ഭാരമല്ല. നിസ്കാരം ഇവന്റെ ആസ്വാദനമാണ്. അല്ലാഹുവിനെ, തന്റെ സൃഷ്ടാവിനെ പ്രണയിച്ച ഒരാൾക്ക് നിസ്കാരം എന്നതൊരു ബാധ്യതയല്ല. നോമ്പോ ഹജ്ജോ ബാധ്യതയല്ല. അതെല്ലാം ആസ്വദിച്ച് ചെയ്യുന്നവനാണ്. അവനെ ദിക്റ് ചെയ്യാൻ ഇടമില്ലാത്ത വിധം അവനെ ഞാൻ എൻ്റെ സമീപസ്ഥനായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദുനിയാവിലെനിക്കെന്തു ബന്ധം ഇവിടെ ദുനിയാവിലെനിക്കെന്തു ബന്ധം ഇവിടെ ദുനിയാവിലെനിക്കെന്തു ബന്ധം ഇവിടെ ദുനിയാവിലെനിക്കെന്തു ബന്ധം ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം 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 ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം ഈ ഇടവഴിയെ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽ മൗത്ത് എന്തു രസം ഒരുപാട് വിവാദങ്ങളുള്ള ഉണ്ടായ ഒരു വരിയാണത്. ഞാൻ എഴുതിയ വരിയാണ്. ഞാൻ അതിനെക്കുറിച്ച് എന്താണോ അറിഞ്ഞത്, എന്താണോ അതിലൂടെ പറഞ്ഞത്, അത് ആ കവിതയുടെ അവകാശമാണ്. ഭ്രാന്തായാൽ എന്ത് സുഖം, ഭ്രാന്തായാൽ ബുദ്ധിമുട്ടല്ലേ. ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിലും നമുക്കതിലൊരു ലയനം വേണം. ആ ലയനം ഉണ്ടെങ്കിലേ അതിലൊരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലാത്തടത്തോളം അതെന്തായിരിക്കും? ബാധ്യതയായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണ്, എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്, ആളുകൾ പറയും അവനും കളിയുടെ ഭ്രാന്താണ് അല്ലേ. ഭ്രാന്തുള്ളവൻ അതിന്റെ ലക്ഷ്യം നേടും. ഭ്രാന്തില്ലാത്തവനോ അത് പേറി കുഴങ്ങും. സക്കറാത്തുൽ മൗത്ത്, സക്കറാത്ത് എന്ന് പറഞ്ഞാൽ മധുരം എന്നാണ് വാക്കിന്റെ അർത്ഥം തന്നെ. അങ്ങനെയാണ്. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു പറഞ്ഞു, മരണസമയത്ത് യാ ഫറഹത, എന്തൊരു രസം, എന്തൊരു രസം. എപ്പോഴാണ് പറയുന്നത്? റൂഹ് പിടിക്കപ്പെടുമ്പോഴാണ് പറയുന്നത്. മരണം എന്താണ്? പ്രണയിക്കുന്ന രണ്ടാളുകൾ തമ്മിലുള്ള, അവർക്കിടയിൽ കടക്കാനുള്ള ഒരു പാലമാണെന്ത്? മരണം. നീ നിന്റെ റബ്ബിനെ പ്രണയിക്കുന്നവനാണെങ്കിൽ. മൗലാന റൂമി റഹിമഹുല്ലാ മരണാസന്നനായി കിടക്കണം. ആ സമയത്ത് ഒരു പണ്ഡിതൻ അവരെ സന്ദർശിക്കാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്തെല്ലാം വേദനകളാണ്, എന്തൊരു കഷ്ടപ്പാടാണ്. അങ്ങയുടെ ഈ രോഗം മാറാനും
ആരോഗ്യവാനാവാനും ഞാൻ അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മൗലാന പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും തമ്മിൽ ഒരു നേരിയ തുണിയുടെ മറ കൂടെ ബാക്കിയുള്ളൂ. അത് നീങ്ങുന്നതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കൊടും കാട്ടിനുള്ളിലെയാ കൊള്ളിക്കൊരു ലാക്ക്, കൊടും കാട്ടിനുള്ളിലെയാ കൊള്ളിക്കൊരു ലാക്ക്, കൊടും കാട്ടിനുള്ളിലെയാ കൊള്ളിക്കൊരു ലാക്ക്, കൊടും കാട്ടിനുള്ളിലെയാ കൊള്ളിക്കൊരു ലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്. ബഹുമാനപ്പെട്ട ടി കെ അബ്ദുള്ള സാഹിബ്, മുൻ അമീറായിരുന്ന ടി കെ അബ്ദുള്ള സാഹിബ്, അവരുടെ അവസാന കാലത്തൊക്കെ സ്ഥിരമായി ഞാൻ അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരിക്കല് അവരിങ്ങനെ ഇതിലുള്ള ഇക്ബാലിന്റെ കവിതകളും സൂഫി ഇതിലുള്ള ഓരോരോ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ അവരങ്ങനെ ദീർഘനേരം സംസാരിക്കും. ആ വിഷയങ്ങളിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹം ഒരിക്കലും പറഞ്ഞ ഒരു കവിതയുടെ, ഇക്ബാലിന്റെ കവിതയിൽ നിന്നാണ് ഈ ഒരു ആശയം ഈ കവിതയിലേക്ക്, ഈ പാട്ടിലേക്ക് വന്നത്. അറാക്ക് എന്ന പല്ല് തേക്കുന്ന കൊള്ളിയുണ്ട്, അറാക്ക്. ഈ അറാക്ക് കാട്ടിലുള്ള ഒരു വള്ളിയാണ്. ആ കാട്ടിലുള്ള വള്ളിക്ക് ഒരു ആഗ്രഹമാണ് കൊട്ടാരത്തിലുള്ള ലൈലാക്ക് ഒരു ഉമ്മ കൊടുക്കണം. എങ്ങനെ സാധിക്കാനാണ്? ഏതോ ഒരാള്, അപരിചിതനായ ഒരാള് ആ കാട്ടിൽ വന്നിട്ട് ആ വള്ളി വെട്ടിയെടുക്കുക. വള്ളി വെട്ടിയെടുക്കുമ്പം അതിനൊരു പരാതിയുമില്ല, കാരണം അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ലൈലയുടെ കൊട്ടാരത്തിലെത്തണം. വെട്ടിയെടുത്ത വള്ളിയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കും, വെയിലത്തിട്ട് ഉണക്കും, കെട്ടുകളാക്കി ബസാറിൽ വിൽക്കാൻ വെക്കും. പലരും അതിനെ വാങ്ങിപ്പോവും. എന്നാലും ആ പുള്ളിക്ക് എൻ്റെ ആഗ്രഹം സഫലീകരിക്കപ്പെടും. അങ്ങനെ അതിലൊരു കെട്ട് വാങ്ങിയത് ലൈലയുടെ പരിചാരകനായിരുന്നു. ഇന്ന് ആ പുള്ളി കൊട്ടാരത്തിൽ ലൈല പല്ല് തേക്കുന്ന അറാക്കാണ്. ആ പുള്ളിക്ക് ലൈലയുടെ ചുണ്ടുകളിലെത്താൻ കഴിഞ്ഞു. എന്നതുപോലെ നമ്മൾ എത്ര താഴെ ഉള്ളവരാവട്ടെ, മോഹിക്കാൻ ഒരു അർഹതയുമില്ല എന്ന വണ്ണത്തിലുള്ള ആഗ്രഹമാവട്ടെ, അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ, അതിനുവേണ്ടി നിന്നുകൊടുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ, ടി കെ പറഞ്ഞു, അറാക്ക് എന്ന വാക്കിന് ഞാൻ നിന്നെ കണ്ടു എന്നൊരർത്ഥമുണ്ട്. അറാക്ക് എനിക്കിഷ്ടമാണ്, സിവാക്ക് എനിക്കിഷ്ടമാണ്. കൊടും കാട്ടിനുള്ളിലെയാ കൊള്ളിക്കൊരു ലാക്ക്, കരുലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്, കൊടുവാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോർക്ക്, കൊടുവാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോർക്ക്, കൊടുവാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോർക്ക്, കൊടുവാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോർക്ക്, കൊട്ടാരത്തിൽ ഇന്നത് ലൈലാന്റെ അറാക്ക്, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം, 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 സക്കറാത്തുൽ മൗത്ത് എന്തു രസം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം. ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണാനായി പിരിയും.
പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഈ സംവേദനം ഇനിയും തുടരാനായി അവസാനിപ്പിക്കാം. നിറമായി പടരാൻ എന്നിൽ നബി അല്ലാതാര്, നിറമായി പടരാൻ എന്നിൽ നബി അല്ലാതാര്, നിഴലായി പിന്തുടരാനും എനിക്കൻ നബിയോര്, നിറമായി പടരാൻ എന്നിൽ നബി അല്ലാതാര്, നിറമായി പടരാൻ എന്നിൽ നബി അല്ലാതാര്, നിഴലായി പിന്തുടരാനും എനിക്കൻ നബിയോര്, നിഴലായി പിന്തുടരാനും എനിക്കൻ നബിയോര്, നിലയില്ല ഞാനെ കടലാടത്തിൽ നാഥനെ തിരയും നേരം കൈപ്പിടിയാകുന്നതാര്, വഴിയാം നബി സ്നേഹം വഴിയും നബി, കനിവൂറും കലിമതൻ കനിയാം നബി, പാട്ടായി പിറന്ന നബി, കൂട്ടായി തെളിഞ്ഞ നബി, പാട്ടായി പിറന്ന നബി, കൂട്ടായി തെളിഞ്ഞു നബി, അങ്ങോളം റഹ്മത്തായി അങ്ങേ എനിക്കു മതി, പാട്ടായി പിറന്ന നബി, കൂട്ടായി തെളിഞ്ഞു നബി, അങ്ങോളം റഹ്മത്തായി അങ്ങേ എനിക്കു മതി. ഇഷ്കിന്റെ മൂളലിൽ ഈണം വിടർന്നപ്പോൾ പാട്ടായി പിറന്ന നബി, ഇഷ്കിന്റെ മൂളലിൽ ഈണം വിടർന്നപ്പോൾ പാട്ടായി പിറന്ന നബി, ഇടറിയ പാദങ്ങൾ ഇരുളിലലഞ്ഞപ്പോൾ, ഇടറിയ പാദങ്ങൾ ഇരുളിലലഞ്ഞപ്പോൾ കൂട്ടായി തെളിഞ്ഞു നബി, കൂട്ടായി തെളിഞ്ഞു നബി, വഴിയാം നബി സ്നേഹം വഴിയും നബി, കനിവോറും കലിമതൻ കനിയാം നബി, വഴിയാം നബി സ്നേഹം വഴിയും നബി, കനിവോറും കലിമതൻ കനിയാം നബി, പാട്ടായി പിറന്ന നബി, കൂട്ടായി തെളിഞ്ഞു നബി, പാട്ടായി പിറന്ന നബി, കൂട്ടായി തെളിഞ്ഞു നബി, റഹ്മത്തായി അങ്ങേ എനിക്കു മതി, പാട്ടായി പിറന്ന നബി, ത്വാഹ ഖൽബി മുദ്അത്തെ എനിക്കു മതി, ആദിയിൽ പിറന്ന നബി, ത്വാഹ താബ അൻവി ദാദി ത്വാഹ പിറന്ന നബി, താലിയല്ലി താലി താബ അൻവി ദാദി ത്വാഹ താലിയല്ലി താലി താൻ താലിയല്ലി താലി താൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.